എന്താടാ? നീ പൊയ്ക്കോ. ജോസഫ് എന്തിനാണ് പിറകെ കൂടിയിരിക്കുന്നത്? ലക്ഷ്യം എന്താണേലും പുരുഷനെ അറിയില്ല. നിന്റെ ശക്തികളാണ് മുഖ്യം. സൂക്ഷിക്കുക. ഓ, ജോസഫോ? 2 ദിവസമായി കാണുന്നില്ല. ഞാനെന്ന് കളിയാക്കിയതിൽ പരിഭവിച്ചാണോ? ടീച്ചർ, ഞാൻ അമ്മങ്കാവ് വഴി വരുമ്പോ കാവിൽ നിന്ന് ആരോ എന്നെ കണ്ട് ഓടി. ഞാനും പുറകെ ഓടി. ഇവിടെ എത്തിയപ്പോ കാണാനില്ല. ടീച്ചർ, അന്ന് പട്ടിയായിരുന്നു, ഇപ്പൊ രൂപമായി. അല്ല, ജോസഫ് മാത്രമേ ഇതെല്ലാം കാണുന്നുള്ളൂ? ഞാൻ കളവ് പറയില്ല ടീച്ചർ, ഞാൻ കണ്ടതാണ്. ജോസഫ് ബോധമറ്റു കുടിച്ചിരിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ്. നോ, എന്റെ 16-ാം വയസ്സ് മുതൽ ഞാൻ കുടിക്കുകയാണ്. ഇന്ന് വരെ എന്റെ ബോധം നശിച്ചിട്ടില്ല. ടീച്ചർ, കാലെങ്ങനെ മുറിഞ്ഞു? ആ അടുക്കളയിലെ കതവ് ഒരു ശാപം തന്നെ. ഇത് എത്ര തവണയായെന്നറിയാമോ? ടീച്ചറിന് എപ്പോഴും മുട്ടാനും തട്ടാനും നേരമുണ്ട്. അന്ന് നെറ്റി, ഇന്ന് കാല്. ശരീരമായാൽ അങ്ങനെയൊക്കെ ഇരിക്കില്ലേ ജോസഫ്? അതൊക്കെ പോട്ടെ, ഒരു കാര്യം ഞാൻ ടീച്ചറിനോട് തുറന്ന് ചോദിക്കുകയാണ്. ചോദിക്കൂ. അന്ന് പട്ടിയെ കാണാതായ ദിവസം ആരുടെയോ കാൽപ്പാടുകൾ എന്നെ ഇവിടെ എത്തിച്ചു. ഇന്നും ആരോ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. രണ്ടിനും ഈ വീടുമായി എന്തോ ബന്ധമുണ്ട്. കാര്യം എന്നോട് പറയൂ ടീച്ചർ, എന്നോട് മാത്രം. ഞാൻ വീണ്ടും പറയുന്നു, ജോസഫിന്റെ ബുദ്ധി. നോ, ടീച്ചർ എന്നെ വിഡ്ഢിയായി കണക്കാക്കരുത്. എന്നെങ്കിലും ജോസഫ് ഇത് കണ്ടുപിടിക്കും. അന്ന് ടീച്ചറിന് എന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനാവില്ലെന്ന് മാത്രം. ഓക്കെ, ഞാൻ പോകുന്നു. ജോസഫ്, ജോസഫ് മേലിൽ ഇങ്ങോട്ട് വരരുത്. ഞാൻ നൽകിയ സ്വാതന്ത്ര്യം ജോസഫ് ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. എനിക്കത് ഇഷ്ടമല്ല. മറ്റൊന്നും ധരിക്കരുത്. ഇല്ല ടീച്ചർ, ജനനം കൊണ്ടേ ഞാൻ ഇങ്ങനെയാണ്. അച്ഛനമ്മമാരുടെ സ്നേഹം എനിക്ക് കേട്ടറിവാണ്. വളർന്നപ്പോൾ ഞാൻ ഒരുപടി ആൾക്കാരെ പരിചയപ്പെട്ടു.